ലയണൽ മെസ്സിക്ക് വലിയൊരു സന്തോഷം സമ്മാനിച്ചുകൊണ്ടാണ് 2018 എന്ന വർഷം തുടങ്ങിയത്. ആ വർഷം മാർച്ചിൽ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ മകൻ സിറോ ജനിച്ചു. ആന്റോണില്ലയും 3 ആൺമക്കളും അടങ്ങുന്ന കൊച്ചുലോകം മെസ്സിക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. റഷ്യൻ ലോകകപ്പിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കിടയിലാണ് മെസ്സിയെ തേടി അടുത്ത വെല്ലുവിളിയെത്തിയത്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ പണത്തിനു വേണ്ടി ടീമിനെ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതും ടീമിന്റെ യാത്രകൾക്കും സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകാതിരുന്നതും മെസ്സിയെ പ്രകോപിപ്പിച്ചു. ടീം സ്റ്റാഫിന് ശമ്പളം നൽകാൻ പോലും അസോസിയേഷന് കഴിയാതിരുന്നപ്പോൾ മെസ്സി തന്റെ സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് സഹായമെത്തിച്ചു. ഇക്കാലത്ത് മൈതാനത്തെ ശത്രുക്കളെക്കാൾ വലിയ പോരാട്ടം മെസ്സിക്ക് നടത്തേണ്ടി വന്നത് സ്വന്തം സിസ്റ്റത്തോടായിരുന്നു. കോച്ച് ജോർജ് സാമ്പോളിയോട് ഏറ്റുമുട്ടേണ്ടി വന്നത് മെസ്സിയുടെ കളിയെ ദോഷകരമായി ബാധിച്ചു തുടങ്ങി. സാമ്പോളിയുടെ പരീക്ഷണങ്ങൾ മെസ്സിയെ മാത്രമല്ല ബാക്കി താരങ്ങളെയും വല്ലാതെ കുഴപ്പിച്ചിരുന്നു. ഓരോ മത്സരത്തിലും താരങ്ങളെ വ്യത്യസ്ത ഫോർമേഷനുകളിലും അവർക്ക് പരിചയമില്ലാത്ത പൊസിഷനുകളിലും കളിപ്പിക്കുന്നത് മെസ്സിയെയും മറ്റ് മുതിർന്ന താരങ്ങളെയും പ്രകോപിപ്പിച്ചു. റഷ്യൻ ലോകകപ്പിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ആരംഭിച്ചതോടെ അർജന്റീനിയൻ ക്യാമ്പിലെ അസ്വസ്ഥതകൾ മറനീക്കി പുറത്തുവന്നു. ആദ്യ മത്സരത്തിൽ ദുർബലരായ ഐസ്ലൻഡിനോട് സമനില വഴങ്ങേണ്ടി വന്നത് അർജന്റീനിയൻ ആരാധകരെ ഞെട്ടിച്ചു. ആ മത്സരത്തിൽ ലഭിച്ച നിർണായകമായ ഒരു പെനാൽറ്റി ഗോളാക്കി മാറ്റാൻ മെസ്സിക്ക് കഴിഞ്ഞില്ല. അതിനാൽ പരാജയഭാരം മുഴുവൻ തന്റെ ചുമലിലാണെന്ന കുറ്റബോധം മെസ്സിയെ വല്ലാതെ തളർത്തി. പിന്നാലെ വന്ന ക്രൊയേഷ്യക്കെതിരായ മത്സരത്തിൽ അർജന്റീന എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർന്നടിഞ്ഞതോടെ മെസ്സിക്ക് നേരെയുള്ള വിമർശനങ്ങൾ അതിന്റെ കൊടുമുടിയിലെത്തി. മെസ്സിയുടെ കരിയർ അവസാനിച്ചുവെന്നും ലയണൽ മെസ്സി ഒരു പരാജയപ്പെട്ട നായകനാണെന്നും പലരും വിധിയെഴുതി. ഈ പ്രതിസന്ധികൾക്കിടയിലാണ് മെസ്സി എന്ന നായകന്റെ യഥാർത്ഥ പോരാട്ട വീര്യം ലോകം കണ്ടത്. കോച്ച് സാമ്പോളിയുടെ തന്ത്രങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ട മുതിർന്ന താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ഒരു തുറന്ന പോരാട്ടത്തിന് തയ്യാറായി. ഞങ്ങൾക്കിനി നിങ്ങളിൽ വിശ്വാസമില്ല എന്ന് സാമ്പോളിയുടെ മുഖത്ത് നോക്കി മെസ്സിക്ക് പറയേണ്ടി വന്നു. ടീമിനുള്ളിലെ ഈ ആഭ്യന്തര വിപ്ലവം നൈജീരിയക്കെതിരായ ജീവൻ മരണ പോരാട്ടത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി. ആ മത്സരത്തിൽ തകർപ്പൻ ഗോളിലൂടെ മെസ്സി അർജന്റീനയെ മുന്നിലെത്തിച്ചു. ഇടവേള സമയത്ത് കോച്ചിനു പകരം സഹതാരങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന മെസ്സിയുടെ ചിത്രം അദ്ദേഹം വെറുമൊരു കളിക്കാരനല്ല, മറിച്ച് ആ ടീമിനെ നയിക്കുന്ന യഥാർത്ഥ ശക്തിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. അവസാന നിമിഷം മാർക്കോസ് റോഹോ നേടിയ ഗോളിലൂടെ അർജന്റീന പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയപ്പോൾ മെസ്സി അനുഭവിച്ച ആശ്വാസം വാക്കുകൾക്കതീതമായിരുന്നു. എന്നാൽ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ഫ്രാൻസിനെ നേരിട്ടപ്പോൾ അർജന്റീനയുടെ പോരാട്ടം 4-3 അവസാനിച്ചു. എംബാപ്പയുടെ വേഗതയ്ക്ക് മുന്നിൽ അർജന്റീനിയൻ പ്രതിരോധം തകർന്നു. ഒരു ലോകകപ്പ് സ്വപ്നം വീണ്ടും കണ്ണീരിൽ അവസാനിച്ചു. തളർന്നുപോയ തന്റെ ടീമിനെയും തകർന്നുപോയ ആരാധകരെയും നോക്കി നിൽക്കുമ്പോൾ മെസ്സിയുടെ കണ്ണുകളിൽ വലിയൊരു ശൂന്യതയായിരുന്നു. ഫ്രാൻസിനോടേറ്റ ആ തോൽവിക്ക് ശേഷം റഷ്യയിലെ പുൽമൈതാനത്ത് തളർന്നു നിൽക്കുന്ന മെസ്സിയുടെ ചിത്രം ലോകമെമ്പാടുമുള്ള ആരാധകരുടെ ഹൃദയം തകർക്കുന്നതായിരുന്നു. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രായത്തിൽ കിരീടത്തിന് തൊട്ടരികിലെത്താൻ പോലും കഴിയാതെ മടങ്ങേണ്ടി വന്നത് അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ ഉലച്ചുകളഞ്ഞു. മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു പോകുമ്പോൾ
തന്റെ കരിയറിലെ ലോകകപ്പ് സ്വപ്നങ്ങൾ അവസാനിച്ചോ എന്ന സംശയം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ഇനിയൊരു ലോകകപ്പിന് തന്റെ ശരീരം അനുവദിക്കുമോ എന്നും അർജന്റീനയുടെ ജേഴ്സിയിൽ ഒരു കിരീടമെന്നത് തന്റെ സ്വപ്നം മാത്രമാണോ എന്നും മെസ്സി സ്വയം ചോദിച്ച നിമിഷങ്ങളായിരുന്നു അത്. ഇതേ വർഷം തന്നെയാണ് ക്ലബ് ഫുട്ബോളിൽ ബാഴ്സലോണയുടെ നായകസ്ഥാനം ഔദ്യോഗികമായി മെസ്സിയെ തേടിയെത്തുന്നത്. ഇതിഹാസ താരം ആന്ദ്രേ ഇനിയസ്റ്റ ക്ലബ്ബ് വിട്ടതോടെ ബാഴ്സലോണയുടെ ഫസ്റ്റ് ക്യാപ്റ്റനായി മെസ്സി ചുമതലയേറ്റു. 2018 ഓഗസ്റ്റിൽ ക്യാമ്പ് നൗവിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആരാധകർക്ക് മുന്നിൽ വെച്ച് അദ്ദേഹം ഒരു വാഗ്ദാനം നൽകി. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗ് തോൽവി ഒരു മുറിവാണ്. ആ മനോഹരമായ കിരീടം ഈ മൈതാനത്തേക്ക് തിരികെ കൊണ്ടുവരാൻ ഞങ്ങളെല്ലാം ചെയ്യും. നായകനെന്ന നിലയിൽ മെസ്സിയുടെ വാക്കുകൾ ആരാധകർക്ക് പുതിയ പ്രതീക്ഷ നൽകി. ക്ലബിലെ പുതിയ ഉത്തരവാദിത്വങ്ങളും ദേശീയ ടീമിലെ തിരിച്ചടികളും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വന്ന 2018 മെസ്സി എന്ന മനുഷ്യന്റെ പക്വതയും ക്ഷമയും ലോകം കണ്ട വർഷമായി മാറി. ദേശീയ ടീമിൽ നിന്നുള്ള ഇടവേളയിൽ മെസ്സി തന്റെ പൂർണ്ണ ശ്രദ്ധ ബാഴ്സലോണയിലേക്ക് മാറ്റി. നായകനെന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഭംഗിയായി നിറവേറ്റി. 2018-19 സീസണിന്റെ തുടക്കത്തിൽ തന്നെ സെവിയ്യയെ തോൽപ്പിച്ച് സ്പാനിഷ് സൂപ്പർ കപ്പ് നേടിയതോടെ ബാഴ്സലോണയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടങ്ങൾ നേടിയ താരമെന്ന റെക്കോർഡ് മെസ്സി സ്വന്തമാക്കി. ഇനിയസ്റ്റയുടെ റെക്കോർഡാണ് അന്ന് മെസ്സി മറികടന്നത്. ഓരോ മത്സരത്തിലും ഗോളടിച്ചും സഹതാരങ്ങളെ കൊണ്ട് ഗോളടിപ്പിച്ചും അദ്ദേഹം മൈതാനം ഭരിച്ചു. താൻ പ്രായമാവുകയല്ല, മറിച്ചു കൂടുതൽ കരുത്തനാകുകയാണെന്ന് ഓരോ കളിയിലൂടെയും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 2018 ഒക്ടോബറിൽ നടന്ന മത്സരം മെസ്സിയെയും ആരാധകരെയും ഒരുപോലെ ആശങ്കയിലാക്കി. സെവിയ്യക്കെതിരായ മത്സരത്തിനിടയിൽ വീണ മെസ്സിയുടെ വലത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റു. വേദന കൊണ്ട് പിടയുന്ന മെസ്സിയെ കണ്ടപ്പോൾ ഗ്യാലറി നിശബ്ദമായി. 3 ആഴ്ചയോളം അദ്ദേഹത്തിന് കളിക്കളത്തിന് പുറത്തിരിക്കേണ്ടി വന്നു. പരിക്കിനെ തുടർന്ന് ആ സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ മെസ്സിക്ക് നഷ്ടമായി. ഗ്യാലറിയിലിരുന്ന് തന്റെ ടീമിന്റെ കളി വീക്ഷിക്കുന്ന മെസ്സിയുടെ ചിത്രം ആരാധകരിൽ വലിയ വിഷമമുണ്ടാക്കി. എങ്കിലും പരിക്ക് ഭേദമായി തിരിച്ചെത്തിയ അദ്ദേഹം കൂടുതൽ വാശിയോടെ പന്ത് തട്ടി. ന്റെ അവസാനത്തിൽ തന്റെ 5ാമത്തെ യൂറോപ്യൻ ഗോൾഡൻ ഷൂ ഏറ്റുവാങ്ങിക്കൊണ്ട് താൻ തന്നെയാണ് ലോകത്തെ സൂപ്പർ താരമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2019 മെസ്സിയുടെ മുന്നിലെത്തിയത് പുതിയ വെല്ലുവിളികളായിരുന്നു. ദേശീയ ടീമിലേക്ക് തിരിച്ചുവരാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലായിരുന്നു അദ്ദേഹം. ഇതിനിടയിലാണ് അർജന്റീനയുടെ ദേശീയ ടീം കോച്ച് ലയണൽ സ്കലോണി മെസ്സിയെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നത്. അർജന്റീനിയൻ ടീമിനെ പൂർണ്ണമായും അഴിച്ചുപണിയാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അതിന് മെസ്സിയുടെ സാന്നിധ്യം അനിവാര്യമാണെന്നും സ്കലോണി അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. 2019 മാർച്ചിൽ വെനിസ്വേലയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിലൂടെ നീണ്ട 9 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം മെസ്സി വീണ്ടും അർജന്റീനയുടെ കുപ്പായമണിഞ്ഞു.
ആ തിരിച്ചുവരവ് ആരാധകർക്ക് വലിയ ആവേശമാണ് നൽകിയത്. തോൽവികളിൽ നിന്ന് തളർന്നുപോയ ഒരു ജനതയ്ക്ക് മെസ്സി എന്ന നായകന്റെ തിരിച്ചുവരവ് പുതിയൊരു ഉദയത്തിന്റെ തുടക്കമായിരുന്നു. വരാനിരിക്കുന്ന കോപ്പ അമേരിക്കയ്ക്കും ലോകകപ്പിനുമുള്ള അടിത്തറ അവിടെ പാകപ്പെട്ടു. മെസ്സിയുടെ മുന്നിലുള്ള ആദ്യത്തെ പ്രധാന ലക്ഷ്യം 2019 കോപ്പ അമേരിക്കയായിരുന്നു. ബ്രസീലിൽ വെച്ച് നടന്ന ആ ടൂർണമെന്റ് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു കിരീട പോരാട്ടം മാത്രമായിരുന്നില്ല. മറിച്ച് ലയണൽ സ്കലോണി എന്ന പുതിയ പരിശീലകന് കീഴിൽ അണിനിരക്കുന്ന യുവനിരയെ നയിക്കുക എന്ന വലിയ ദൗത്യം കൂടിയായിരുന്നു. എന്നാൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ അർജന്റീനയ്ക്ക് പഴയ പ്രതാപം വീണ്ടെടുക്കാൻ കഷ്ടപ്പെടേണ്ടി വന്നു. കൊളംബിയയോട് തോറ്റും പരാഗ്വേയോട് സമനില വഴങ്ങിയും തുടങ്ങിയ അർജന്റീന ഖത്തറിനെ തോൽപ്പിച്ചാണ് കഷ്ടിച്ച് ക്വാർട്ടറിൽ കടന്നത്. വിമർശകർ വീണ്ടും മെസ്സിയെ ലക്ഷ്യം വച്ചു. പഴയ മെസ്സിയെ ഇനി കാണാൻ കഴിയില്ലെന്ന് പലരും വിധിയെഴുതി. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ വെനസ്വേലയെ തോൽപ്പിച്ച് അർജന്റീന സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ കാര്യങ്ങൾ മാറിമറഞ്ഞു. പിന്നീടങ്ങോട്ട് വലിയ വിവാദങ്ങളായിരുന്നു ടീമിനെയും മെസ്സിയെയും കാത്തിരുന്നത്. സെമിയിൽ നേരിടേണ്ടത് ചിരവൈരികളായ ബ്രസീലിനെ. മത്സരത്തിൽ അർജന്റീന മികച്ച രീതിയിൽ കളിച്ചിരുന്നെങ്കിലും നിർണായകമായ 2 ഘട്ടങ്ങളിൽ അർജന്റീനയ്ക്ക് ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റികൾ റഫറി നിഷേധിച്ചു. സെർജിയോ അഗ്യൂറോയെ ബ്രസീൽ താരം ഡാനി ആൽവെസ് ബോക്സിനുള്ളിൽ വീഴ്ത്തിയെങ്കിലും റഫറി അത് കണ്ടില്ലെന്ന് നടിച്ചു. തൊട്ടു പിന്നാലെ ബ്രസീൽ 2ാമത്തെ ഗോൾ നേടി. പിന്നാലെ തന്നെ ആർതർ മെലോ നിക്കോളാസ് ഒറ്റമെന്റിയെ ബോക്സിൽ ഫൗൾ ചെയ്തതും റഫറി അവഗണിച്ചു. അക്കാലത്ത് ഫുട്ബോളിൽ വലിയ വിപ്ലവമായി വന്ന VAR സാങ്കേതികവിദ്യ ഈ മത്സരത്തിൽ റഫറി ഉപയോഗിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ വിവാദമായത്. അർജന്റീന താരങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടും റഫറി റോഡി സാംബ്രാനോ ദൃശ്യങ്ങൾ പുനഃപരിശോധിക്കാൻ തയ്യാറായില്ല. ബ്രസീലിനെ വിജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം റഫറി പക്ഷപാതം കാണിച്ചുവെന്ന് അർജന്റീന ടീം ആരോപിച്ചു. മത്സരശേഷം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മെസ്സി പരസ്യമായി രംഗത്തെത്തി. സാധാരണയായി വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മെസ്സി അന്ന് ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളിലെ ഫുട്ബോൾ ഭരണസമിതിയായ കോൺമെബോളിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തു വന്നു. ബ്രസീലിന് അനുകൂലമായാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ടൂർണമെന്റ് അവർക്ക് വേണ്ടി നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ്. അഴിമതിയുടെയും റഫറിമാരുടെയും ഈ നാടകത്തിൽ ഞങ്ങൾക്ക് പങ്കാളികളാകാൻ കഴിയില്ല. അതോടെ സംഭവം വലിയ വിവാദമായി. ഇതിന്റെ പേരിൽ മെസ്സിക്ക് 3 മാസത്തെ വിലക്കും പിഴയും നേരിടേണ്ടി വന്നു. ഈ മത്സരത്തിനു ശേഷം മെസ്സിയെ ആരാധകർ പുതിയൊരു രൂപത്തിലാണ് കണ്ടത്. തന്റെ ടീമിനു വേണ്ടി പൊരുതുന്ന, അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു യഥാർത്ഥ നായകനായി അദ്ദേഹം മാറി. ഇതിഹാസ താരം ഡീഗോ മറഡോണയെപ്പോലെ ഗ്രൗണ്ടിനു പുറത്തും മെസ്സി പോരാടാൻ തുടങ്ങിയത് അർജന്റീനിയൻ ആരാധകർക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു. ബ്രസീലിനെതിരായ സെമി ഫൈനലിലെ വിവാദങ്ങൾക്ക് പിന്നാലെ 3ാം സ്ഥാനത്തിനായുള്ള ചിലിക്കെതിരായ മത്സരത്തിലും നാടകീയ സംഭവങ്ങൾ അരങ്ങേറി. കളി തുടങ്ങി ആദ്യ പകുതിയിൽ തന്നെ ചിലി താരം ഗാരി മെഡലുമായുണ്ടായ തർക്കത്തെ തുടർന്ന് റഫറി മെസ്സിക്ക് ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കി. കരിയറിലുടനീളം മാന്യതയുടെയും അച്ചടക്കത്തിന്റെയും പ്രതീകമായി അറിയപ്പെട്ടിരുന്ന മെസ്സിക്ക് 2019 ആ ചുവപ്പ് കാർഡ് ഒരു വലിയ ആഘാതമായിരുന്നു. മത്സരത്തിന്റെ 37ാം മിനിറ്റിൽ ചിലി താരം ഗാരി മെഡലുമായി പന്തിനായുള്ള പോരാട്ടത്തിനിടയിലുണ്ടായ ചെറിയൊരു ഉരസലാണ് വലിയ തർക്കത്തിലേക്ക് നീങ്ങിയത്. മെഡൽ മെസ്സിയെ ശരീരമുപയോഗിച്ച് പലതവണ ഇടിച്ചിട്ടും മെസ്സി കൈകളുയർത്തി പ്രതികരിക്കാതെ നിന്നെങ്കിലും റഫറി മാരിയോ ഡിയാസ് ഡി വിവാർ 2 പേർക്കും ചുവപ്പ് കാർഡ് നൽകുകയായിരുന്നു. 14 വർഷങ്ങൾക്ക് മുൻപ് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ ചുവപ്പ് കാർഡ് കണ്ടു പുറത്തുപോയതിനു ശേഷം മെസ്സിയുടെ കരിയറിലെ 2ാമത്തെ റെഡ് കാർഡായിരുന്നു അത്.
എന്നാൽ ആ ചുവപ്പ് കാർഡിനേക്കാൾ ലോകത്തെ ഞെട്ടിച്ചത് അതിന് മെസ്സി നൽകിയ മറുപടിയായിരുന്നു. ഇത്തവണ നിശബ്ദനായി തലകുനിച്ചു മടങ്ങാനല്ല, മറിച്ച് അനീതിക്കെതിരെ ഗർജിക്കാനാണ് മെസ്സി തീരുമാനിച്ചത്. പ്രതിഷേധ സൂചകമായി തന്റെ വെങ്കല മെഡൽ വാങ്ങാൻ പോലും അദ്ദേഹം വിസമ്മതിച്ചു. അഴിമതി നിറഞ്ഞ ഒരു സമ്മാനദാന ചടങ്ങിന്റെ ഭാഗമാകാൻ എനിക്ക് താൽപ്പര്യമില്ല എന്ന മെസ്സിയുടെ വാക്കുകൾ കോൺമെബോളിനെ പ്രതിക്കൂട്ടിലാക്കി. ശാന്തനായ ആ 10ാം നമ്പർ മജീഷ്യൻ ഒരു വിപ്ലവകാരിയായി മാറുന്ന കാഴ്ചയാണ് സാവോ പോളോയിലെ ആ സ്റ്റേഡിയത്തിൽ കണ്ടത്. തനിക്ക് നേരെ നീണ്ട ചുവപ്പ് കാർഡിനേക്കാൾ വലിയൊരു ചുവപ്പ് കാർഡ് മെസ്സി അവിടുത്തെ സംവിധാനത്തിന് നേരെയാണ് ഉയർത്തിയത്. കളിക്കളത്തിൽ നിന്ന് പുറത്തുപോയെങ്കിലും തന്റെ ടീമിനും രാജ്യത്തിനും വേണ്ടി അനീതിക്കെതിരെ പോരാടുന്ന ഒരു നായകനായി മെസ്സി ആ രാത്രി പുനർജനിക്കുകയായിരുന്നു. ദേശീയ ടീമിലെ ഈ കലുഷിതമായ അന്തരീക്ഷത്തിനിടയിലും ക്ലബ് ഫുട്ബോളിൽ മെസ്സി തന്റെ അപ്രമാദിത്വം തുടർന്നുകൊണ്ടിരുന്നു. 2018-19 സീസണിൽ 36 ഗോളുകൾ നേടി ലാലിഗയിലെ ടോപ്പ് സ്കോററാവുകയും ബാഴ്സലോണയെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്ത മെസ്സിയെ തേടി 2019 സെപ്റ്റംബറിൽ ഫിഫയുടെ ലോകത്തെ മികച്ച താരത്തിനുള്ള ദി ബെസ്റ്റ് പുരസ്കാരമെത്തി. പരാജയങ്ങളിൽ തളരാതെ തന്റെ കഴിവിനെ തേച്ചുമിനുക്കി മെസ്സി മുന്നേറി. ഓരോ പുരസ്കാരവും അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിരുന്നു. ലോകം മുഴുവൻ പുതിയ യുവതാരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഫുട്ബോൾ ലോകത്തെ സിംഹാസനം ആ 10ാം നമ്പർ കളിക്കാരന്റെ പക്കൽ തന്നെയാണെന്ന് ഓരോ കളിയും തെളിയിച്ചുകൊണ്ടിരുന്നു. 2019 അവസാനത്തോടെ മെസ്സിയുടെ കരിയറിലെ സുവർണ നിമിഷങ്ങളിലൊന്നുകൂടി പിറന്നു. ഡിസംബർ മാസത്തിൽ 6ാം തവണയും ലോകത്തെ മികച്ച താരത്തിനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം മെസ്സി സ്വന്തമാക്കി. പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ മെസ്സിയുടെ മുഖത്ത് ഒരു പ്രത്യേക ശാന്തതയുണ്ടായിരുന്നു. വിരമിക്കൽ അടുത്തിരിക്കുന്നു എന്നെനിക്കറിയാം, പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നദ്ദേഹം അന്ന് പറഞ്ഞു. വിരമിക്കലിനെക്കുറിച്ച് ലോകം ചർച്ച ചെയ്യുമ്പോഴും മെസ്സിയുടെ മനസ്സൊരു വലിയ ലക്ഷ്യത്തിന് പുറകെയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, തന്റെ രാജ്യത്തിനായി ഒരു വലിയ കിരീടം നേടുക എന്നത് തന്നെയായിരുന്നു. 2019 അവസാനിക്കുമ്പോൾ തന്റെ ടീമിനെ വിശ്വവിജയികളാക്കി മാറ്റാനുള്ള പുതിയ തന്ത്രങ്ങൾ ആ നായകന്റെ മനസ്സിൽ രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു.